ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ നോക്കിയായിട്ട് വരുന്നുണ്ട് കൂട്ടുകാരെ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ പിന്നെ കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പുട്ടും വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം ആദ്യം തന്നെ അടുപ്പിലോട്ട് വെച്ചൊന്ന് സെറ്റാക്കി കേട്ടോ. അപ്പം ക്യാമറ ഒരിടത്ത് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാർത്തിക്കുട്ടി എഴുന്നേറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് എഴുന്നേറ്റായിരുന്നു. ഇതിപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചപ്പം ഞാൻ വെള്ളം അങ്ങ് ഇറക്കി വെച്ചു. കാരണം അമ്മമ്മയ്ക്ക് എല്ലാം കൊടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ചോറൊക്കെ വെക്കുന്നുണ്ട്. അപ്പം അരി അപ്പുറത്ത് കിടന്ന് വേവുന്നുണ്ട്. അതിൻ്റെ കൂടെ കടലക്കറി ഇവിടെ വെച്ചു. അമ്മമ്മയ്ക്കുള്ള കഞ്ഞി ഒരിടത്തോട്ട് അടിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞമ്മയുടെ മോള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മമ്മയെ നോക്കാൻ വേണ്ടിയിട്ട്. അമ്മയുടെ അടുത്ത് ആരെങ്കിലും എപ്പോഴും ഒന്ന് വേണം. അമ്മയ്ക്കല്ലെങ്കിൽ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ വർത്താനം പറയാനും എടുക്കാനൊക്കെ ഒരാൾ വേണം കേട്ടോ. ഇപ്പം ഓരോ ടൈമിലും നമുക്ക് പ്രായമാകുമ്പോൾ പലതരത്തിലുള്ള ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ അമ്മയ്ക്ക് ഇങ്ങനെ അടുത്ത് വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയും മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ശകലം പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കടല എടുത്ത് ആദ്യം തന്നെ കടലയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ടാണ് ഈ മസാല ഇട്ട് കൊടുക്കുന്നത്. അന്നേരം ഉണ്ടല്ലോ കടല നല്ല പോലെ ഒന്ന് നമ്മൾ വഴറ്റണം. ഒരു 2 മിനിറ്റ് വഴറ്റുമ്പോഴത്തേക്കിനും അത് നല്ലതായി കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ മല്ലിപ്പൊടി ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഞാനിങ്ങനെ ക്യാമറ ഫോൺ ഒരിടത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില സമയങ്ങളിലൊക്കെ ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ കല്ലുപ്പിട്ട് കൊടുക്കത്തില്ല, ചിലപ്പോൾ കല്ലുപ്പിട്ട് കൊടുക്കും. പക്ഷെ കല്ലുപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ വീടിൻ്റെ തെങ്ങ് വെട്ടിയ സമയത്ത് തേങ്ങ 2-3 ഒക്കെ ഉണ്ടായിരുന്നല്ലോ നേരത്തെ. അപ്പോൾ അതെല്ലാം തീർന്നു. ഇപ്പോൾ ഇതുപോലെ ഇനിയും 2 തേങ്ങയും കൂടെ ഉണ്ട്. അത് പൊതിച്ചെടുക്കാൻ വലിയ പാടാട്ടോ. പാരൊക്കെ ഉണ്ട്. എൻ്റെ മുടിക്കെട്ടൊക്കെ കണ്ടോ, ചിരിക്കല്ലേ, രാവിലത്തെ മുടിക്കെട്ടാണ് ഇത് കേട്ടോ. ചില സമയത്തേ ഇങ്ങനെ കെട്ടി വെക്കാറുള്ളൂ, ചിലപ്പോൾ അഴിച്ചിടും. അതിനമ്മ പറയും അഴിച്ചിടല്ലെന്ന് പറയും. അടുക്കളയിൽ കയറുമ്പോൾ കെട്ടി വെക്കണമെന്ന് പറയും കേട്ടോ എൻ്റെ അമ്മ. അപ്പോൾ ഞാനാണെങ്കിൽ പുട്ടിനുള്ള തേങ്ങ അങ്ങ് പൊട്ടിച്ചെടുത്തിട്ട് പുട്ടുപൊടി അങ്ങ് നനച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഈ പ്രാവശ്യം മേടിച്ചു, സോറി, എനിക്ക് ഇടയ്ക്ക് വെച്ച് ചുമ വന്നു കേട്ടോ. പനി ഇപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസം പനി ഉണ്ടായിരുന്നു. അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ചുമയും. അത് കഴിഞ്ഞ് പുട്ടിനൊക്കെ നനച്ച് വെച്ച് പുട്ടെല്ലാം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കേട്ടോ. ഇത് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിൽക്കുന്ന ഒരു പൂമരം കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം ഞങ്ങൾ ഡോക്ടറിൻ്റെ പിന്നെ ഹെഡ് ആൻഡ് നെക്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുകയാണ് കേട്ടോ. പരുമല ഹോസ്പിറ്റലാണ് ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കാണിച്ച് ഡോക്ടറെയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ.